എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മസാല ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തത് 3/4 കിലോ ചിക്കനാണ്. ചിക്കൻ കഷ്ണങ്ങളാക്കി ഉപ്പുവെള്ളത്തിൽ കഴുകി വയ്ക്കുക. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒരു ബൗളിൽ ചിക്കൻ കഷ്ണങ്ങളിട്ട് അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മസാല പിടിക്കാനായി അരമണിക്കൂർ വയ്ക്കുക. ഇനി കറിക്ക് വേണ്ട സവാള വറുത്ത് വയ്ക്കാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഏകദേശം 1/2 കപ്പിട്ട് ബ്രൗൺ നിറമാകാൻ തുടങ്ങുന്നതുവരെ വറുത്ത് കോരിയെടുക്കുക. സവാള കരിഞ്ഞു പോകരുത്. അധികം ബ്രൗൺ ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചിക്കൻ മസാല ഉണ്ടാക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കി സവാള വറുത്ത വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും, കുറവാണെങ്കിൽ അല്പം കൂടി ഒഴിച്ച് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും 7 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഇട്ട് അല്പം മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കാൻ മറക്കരുത്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇളക്കാതിരുന്നാൽ ചിക്കൻ്റെ മസാല കരിഞ്ഞ് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളക് കീറിയതും ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിട്ട് 5 മിനിറ്റ് കൂടി വഴറ്റുക. ഗ്യാസ് ഓഫ് ചെയ്യും മുമ്പ് 1 ടീസ്പൂൺ ബട്ടർ കൂടിയിട്ട് 1 മിനിറ്റ് ഇളക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. നമ്മുടെ ചിക്കൻ മസാല ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.